പശ്ചിമേഷ്യയിൽ അസാധാരണ പ്രതിസന്ധി തുടരുകയാണ്. ഇതുവരെ ഇല്ലാത്ത വിധം ഉഗ്രാക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. തുടർച്ചയായ 13ാം രാത്രിയിലും ഇറാനിയൻ പട്ടണങ്ങളിലേക്ക് കനത്ത മിസൈൽ വർഷം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലും ആക്രമണത്തിനൊരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട്. ചെങ്കടലിലും എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് 100 കടന്നു. $120 വരെ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. എന്തായാലും 13ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ കണ്ടതല്ല ഇനി കാണാനുള്ളത് എന്നതാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇറാനെതിരെ മുമ്പ് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയേക്കാൾ വലിയ സൈനിക ആക്രമണത്തിന് താൻ ഗൗരവത്തോടെ ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മുമ്പെങ്ങുമില്ലാത്ത വിധം വളരെ വലിയ ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് താനെന്നാണ് ട്രംപ് പറയുന്നത്. അന്തിമ തീരുമാനത്തിലേക്ക് താൻ എത്തിക്കഴിഞ്ഞു. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ഇറാൻ ചർച്ചകൾക്ക് താൽപര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. അവർക്കിനിയും ആവശ്യത്തിന് വേതനം ലഭിച്ചിട്ടില്ല. അതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത്. ആ വേദന അനുഭവിപ്പിക്കാൻ ഉഗ്രമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ട്രംപ് നൽകിയത്. ട്രംപ് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇടഞ്ഞു നിന്നത് ഇസ്രയേലാണ്. നെതന്യാഹുവും ട്രംപും അകലുന്നു എന്നുള്ളതിന്റെ സൂചനകളും അപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിനെ കൂടെ കൂട്ടുമെന്ന് സൂചിപ്പിക്കുകയാണ് ട്രംപ്. ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രയേൽ ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ സൈനിക സഹായം ആവശ്യമില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇസ്രയേൽ ഈ യുദ്ധത്തിൽ പങ്കാളിയായാൽ അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരാക്രമണങ്ങൾക്ക് കാരണമായേക്കാമെന്നും ട്രംപ് പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തയാഴ്ച അമേരിക്കയിൽ എത്തുന്നുണ്ട്. അന്തരിച്ച US സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് നെതന്യാഹു എത്തുന്നത്. അപ്പോൾ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും എന്നുമാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇസ്രയേലുമായി ചേർന്ന് തന്നെ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള ആദ്യ ആക്രമണത്തെക്കാൾ ശക്തമായ ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത്. I just want to leave you by saying that it's an honor to be here. I'm going over now to talk about various and sundry subjects. One is the Iran war, where again we're doing very well, very, very well. I would say better than anybody expected could be done. ഇറാനെതിരെ സമാധാന നീക്കങ്ങളിലേക്ക് കടന്നേക്കുമെന്ന പ്രതീക്ഷകളെല്ലാം ട്രംപ് ഇതിനിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. എന്തും നേരിടാൻ ഇറാനും തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് വരുന്നത്. ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉടൻ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടി നൽകുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ്. ബുദ്ധിശൂന്യമായ ആക്രമണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഡോക്യുമെന്ററി നിർമ്മാതാവ് ജവാദ് മോഗുയിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഗ്രച്ചി യുദ്ധത്തിന്റെ ആദ്യ നാളുകളിലെ ഇറാൻ നേരിട്ട അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും ഇറാൻ സ്വീകരിച്ച സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും തുറന്നു പറഞ്ഞത്. അതായത് ഈ യുദ്ധമുണ്ടായതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വിശദമായൊരു അഭിമുഖം അഗ്രച്ചി നൽകുന്നത്. അടുത്തിടെയുണ്ടായ സംഘർഷത്തിൽ നിന്ന് ഇറാൻ കൂടുതൽ കരുത്താർജിച്ചുവെന്നും ഹോർമുസ് കടലിടുക്കിനെ തന്ത്രപ്രധാനമായ പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാനുള്ള ഇറാന്റെ ശേഷി ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നുവെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി അവകാശപ്പെട്ടു. അതോടൊപ്പം ഇറാന്റെ ആണവ പദ്ധതിയും യുറേനിയം സമ്പുഷ്ടീകരണവും വിൽപ്പനയ്ക്കുള്ളതല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാനിയൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നുവെന്നും ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നു എന്നും തയ്യാറെടുപ്പുകളെക്കുറിച്ചും അഗ്രച്ചി തുറന്നു പറഞ്ഞത്. അതിൽ ഒരു കോഡ് 110യെക്കുറിച്ച് അഗ്രച്ചി പറയുന്നുണ്ട്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ നേരിടാനായി ഇറാൻ മുൻകൂട്ടി അടിയന്തര പ്രതിരോധ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നതാണ് വെളിപ്പെടുത്തുന്നത്. ആ കോഡ് 110 എന്നറിയപ്പെടുന്ന ഈ പ്രോട്ടോകോളിന് അയത്തുള്ള അലി ഖമനേയി തന്നെ നേരിട്ട് അംഗീകാരം നൽകിയിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ആക്രമണം ഉണ്ടായാൽ ഉടൻ തന്നെ പ്രതിരോധവും ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നതാണ് അഗ്രച്ചി പറയുന്നത്. സൈനിക സമ്മർദ്ദങ്ങൾക്കോ
പ്രലോഭനങ്ങൾക്കോ വഴങ്ങി രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് അഗ്രച്ചി പറയുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും വിദേശ രാജ്യങ്ങൾ നൽകുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇതിന് പകരമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായിട്ടും ഇറാന്റെ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല എന്ന് ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അഗ്രച്ചി ആ അഭിമുഖത്തിൽ ചെയ്തിട്ടുള്ളത്. നിലവിലെ സംഘർഷത്തിലൂടെ ഇറാൻ തന്ത്രപരമായി കൂടുതൽ ശക്തമായ നിലയിലെത്തിയെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആയുധമെന്നും അഗ്രച്ചി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അഗ്രച്ചിയുടെ വാക്കുകളിൽ ഉണ്ട്. അതേസമയം 13ാം ദിവസവും ആക്രമണം തുടരുകയാണ്. ഇറാനെതിരെ അമേരിക്കയുടെ സൈനികാക്രമണം ഇന്നലത്തെ രാത്രിയിലും തുടർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, സമുദ്ര സൈനിക ശേഷികൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് സെൻട്രൽകോം വിശദീകരിക്കുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ ഖൊണ്ടാബ്, ഖൊറമാബാദ്, ഖൊറാരക്, ജാസ്ക് എന്നിവിടങ്ങളിൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചില സ്ഥലങ്ങളിൽ ആളപായവും പരിക്കുകളും ഉണ്ടായതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ അറിയിച്ചു. ഒപ്പം ഇറാന്റെ തിരിച്ചടിയും ഉണ്ടായി. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തിരിച്ചടി നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലും ജോർദാനിലെ അൽ അസ്റാഖ് എയർബേസിലും ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ സൈനിക വക്താക്കൾ അറിയിച്ചത്. ഇറാന്റെ താൽപര്യങ്ങൾക്കെതിരായ നടപടികൾ മേഖലയുടെ സുരക്ഷയെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുമെന്ന് തെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലും ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് കുവൈറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഏറ്റുമുട്ടൽ കനക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് 13ാം ദിവസവും വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആഗോള വിപണിയിൽ ഒരിടവേളയ്ക്ക് ശേഷം ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 പിന്നിട്ടിരിക്കുകയാണ്. 7% വില ഉയർന്നതോടെയാണ് 100 എന്ന കടമ്പ മറികടന്നിരിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് എണ്ണവില $100 എത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നതാണ് എണ്ണവില ഉയരാൻ ഇടയാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില ഇനിയും ഉയരും എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഏതാണ്ട് യുദ്ധം ഏറ്റവും ശക്തമായിരുന്ന സമയത്തെ $120 എന്ന നിലയിലേക്ക് വരെ എണ്ണവില ഉയരും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും നിലവിലെ സംഘർഷത്തിലൂടെ ഇറാൻ തന്ത്രപരമായി കൂടുതൽ ശക്തമായ നിലയിലെത്തിയെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ആയുധമെന്നും അഗ്രച്ചി പറയുന്നു. ഇറാനെ കൂടുതൽ വലിയ ആക്രമണത്തിലൂടെ പരാജയപ്പെടുത്താനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പാഴ്വേലയാണ് എന്നത് യുദ്ധത്തിന്റെ ഇപ്പോൾ കടന്നുപോയ ദിവസങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസാണ് തങ്ങളുടെ ആയുധം, ആണവായുധം പോലും അല്ല എന്ന് ഇറാൻ പറയുന്നതും അതുകൊണ്ടാണ്. എന്തായാലും ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കൂടുതൽ ശക്തമായ ആക്രമണം എന്നതാണ് ട്രംപ് നൽകുന്ന സൂചന. പക്ഷേ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് ഇറാനും തുടരുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷം നിറഞ്ഞ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാണ് നേതാക്കളുടെ വാക്കുകൾ നൽകുന്നത്. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.